അന്ന് ഈ വീട്ടിൽ അവർ താമസിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞങ്ങൾക്ക് ആ വിഷമം ഒരിക്കലും മാറൂലേനു. പക്ഷെ ഇപ്പൊ പുഴയിൽ കൂടെ ഒക്കെ നല്ല വെള്ളം വരുന്നുണ്ട്. ഇവിടെ നിക്കണ്ടെന്നൊക്കെ ആൾക്കാരോട് പറയണം. ഹായ്, ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും നമസ്കാരം. ഞാനിപ്പോ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ സത്യത്തിൽ എനിക്ക് മനസ്സിൽ നല്ല വിഷമമുണ്ട്. എന്താ പറയാ, ഒരു വല്ലാത്തൊരു മിടിപ്പോടെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 2024 ജൂലൈ 29 ഞാൻ ഇവിടെ ഈ സെയിം സ്ഥലത്ത് നിന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്ന് നമ്മളെ ഫാമിലി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോ അവരെ കൂട്ടാൻ വന്നപ്പോ ആ സാഹചര്യത്തിൽ എടുത്തൊരു വീഡിയോ ആയിരുന്നു അത്. അപ്പോ ഇവിടെ വന്നപ്പോ ഭയങ്കര മഴേന്റെ ഇതും കൊണ്ട് ഇവിടെ ഈ പുഴയോ കാര്യങ്ങളോ ഇപ്പത്തെ സാഹചര്യം ഒന്നും അല്ലേന്ന് വന്നിട്ടുണ്ടായിരുന്നത്. ഒരുപാട് വീടുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ആൾക്കാർ താമസിച്ചിരുന്ന സ്ഥലമായിരുന്നു. അപ്പം അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ ഇവിടുന്ന് പുഴയില് നമ്മൾ സാധാരണ കണ്ടുകൊണ്ടിരുന്ന സ്ഥലങ്ങളായതുകൊണ്ട് ഇവിടെ ചെറിയൊരു മാറ്റം വന്നാൽ പോലും നമുക്കത് പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ നല്ല വെള്ളം വരുന്ന സാഹചര്യം ഉണ്ടായിരുന്നത്, നല്ല കലങ്ങി കുത്തി ഒഴുകി വരുന്ന വെള്ളമായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മളൊരു വീഡിയോ ചെയ്തു, എന്തോ ഇവിടെ സംഭവിക്കാൻ പോകുന്നുണ്ട്, അങ്ങനെ എന്തെങ്കിലും പിന്നെ മുന്നറിയിപ്പുകൾ കിട്ടിയിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഈ പുഴന്റെ സൈഡിലൊക്കെ ഇരിക്കുന്നവരോട് മാറി താമസിക്കാനൊക്കെ പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ നമ്മൾ ഇവിടുന്ന് പോയി ഒരു ചൂരൽമല ടൗണിലേക്ക് എത്തുന്നതിന്റെ മുന്നേ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഒരാളോട് പറയുന്നതിനേക്കാളും കൂടുതൽ എഫക്റ്റ് ഉണ്ടാവും ഒരു വീഡിയോ ചെയ്തിട്ടാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അന്ന് ആ വീഡിയോ ചെയ്തത്. അതിന് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായി. രാത്രി നമ്മളൊരു വൈകുന്നേരം ഒരു 5 മണി 5:30 ആയപ്പോത്തിന് ആ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ആ സമയത്ത് അപ്ലോഡ് ചെയ്ത് കുറച്ച് സമയം കൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ അതിനെ വിമർശിച്ചു. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും ഇവിടെ അല്ല, വെറുതെ ആളുകളെ പേടിപ്പിക്കുകയാണെന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ നിർഭാഗ്യവശാല് രാത്രി ഒരു 1:45 2 മണി ആയപ്പത്തിന് മുണ്ടക്കൈ ചൂരൽമല ഭാഗത്ത് ഉരുൾപൊട്ടി ചൂരൽമലത്തെ പാലം ഒലിച്ചുപോയി എന്നുള്ള വാർത്തയാണ് നമ്മൾ കേട്ടത്. ഒരുപാട് ആളുകൾ, 400-ൽ പരം ആളുകളാണ് അന്ന് ഈ ദുരന്തത്തില് മരണപ്പെട്ടത്. സത്യം പറഞ്ഞാ ഇന്ന് ഇവിടെ നിൽക്കുമ്പോ എന്താ പറയണ്ടേ, എങ്ങനെയാ പറയണ്ടേന്ന് പോലും അറിയുന്നില്ല. കുറച്ച് ആളുകളൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ കുറച്ച് ആളുകൾക്കെങ്കിലും മാറി താമസിക്കാൻ പറ്റുമായിരുന്നു. നമ്മൾക്ക് കണ്ടു പരിചയമുള്ള ഒരുപാട് ആളുകള്, കണ്ട മുഖങ്ങള്, മക്കള്, ഇവിടുത്തെ എന്താ പറയാ, ഇവിടുത്തെ അന്തരീക്ഷം തന്നെ കുറച്ച് സമയം കൊണ്ടാണ് മാറിപ്പോയത്. അത് ആലോചിക്കുമ്പോ എപ്പോഴും ഭയങ്കര എന്താ പറയാ, മനസ്സിൽ ഒരിക്കലും ഈ ജന്മത്തില് എന്തൊക്കെ മറവി സംഭവിച്ചിട്ടുണ്ടെങ്കിലും ആ കാര്യം മാത്രം മനസ്സിൽ നിന്ന് മറന്നു പോകുന്ന ഒരിക്കലും തോന്നുന്നില്ല. അങ്ങനത്തെ ഒരു സാഹചര്യമാണ് നമ്മളെ മുന്നിൽ കടന്നു പോയത്. ഇന്നത്തേക്ക് 2 വർഷമായി ഈ ഉരുൾപൊട്ടൽ ദുരന്തം നടന്നിട്ട്. ഇപ്പോഴും അതിന്റെ ഭാഗമായിട്ടുള്ള വീടുകൾ, മാറി താമസിക്കാനുള്ള വീടുകളോ അല്ലെങ്കിൽ ആ 2 വർഷത്തിന്റെ ഇടയ്ക്ക് ഒരുപാട് സാഹചര്യങ്ങള് ജീവിച്ച കഷ്ടപ്പാടിൽ തന്നെയാണ് ഇപ്പോഴും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്ക് മുന്നോട്ടുള്ള പ്രതീക്ഷ എപ്പോഴും പൂർണ്ണമായിട്ട് നമ്മളെ സർക്കാരിനാണെങ്കിലും കഴിഞ്ഞ സർക്കാരിനാണെങ്കിലും ഇപ്പോഴത്തെ സർക്കാരിന് ഒന്നും ചെയ്തു കൊടുക്കാൻ ഇതുവരെ പൂർണ്ണമായിട്ടൊന്നും സംഭവിച്ചില്ല. ഇപ്പോഴും കുറെ ആളുകള് താമസിക്കുന്നത് വാടക വീട്ടിലാണ്. പൂർണ്ണമായിട്ട് അവർക്ക് ടൗൺഷിപ്പിലേക്കോ അവർക്ക് അർഹതപ്പെട്ട വീടുകളിലേക്കോ താമസിക്കാനുള്ള സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല. ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് എത്രയോ വീടുകൾ ഉണ്ടായിരുന്നു, എത്രയോ ആൾക്കാരൊക്കെ താമസിച്ചിരുന്ന സ്ഥലമാണ്. ഞാൻ ഇപ്പൊ നിൽക്കുന്ന ഈ പാറ പോലും ആ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്നതാ. ഇക്കാന്റെ പെങ്ങളെ വീട് തന്നെ ഇവിടെ എവിടെയോ ഉണ്ടായിരുന്നെന്ന് മാത്രമേ നമുക്കറിയുള്ളൂ. കറക്റ്റുള്ള സ്ഥലം ഏതാണെന്നോ ആ വീടിന്റെ ഒരു അവശിഷ്ടം പോലും, ആ വീടിന്റെ മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഇവിടെയാണ് താമസിച്ചിട്ടുണ്ടായിരുന്നത്. മുണ്ടക്കൈ പുഞ്ചിരിമട്ടത്ത് ആണ് പകുതിയിലേറെ മുണ്ടക്കൈയിലുള്ള ആളുകൾ താമസിച്ചിട്ടുണ്ടായിരുന്നത്. അത്രയും വീടുകൾ ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു ഇവിടെ. ഇപ്പൊ ഈ കാണുന്നത് ഈ പാറകൾ മാത്രമാണ് ഇവിടെ കാണുന്നത്. അതില് വീടുകൾ എവിടെ ഉണ്ടായിരുന്നേന്നോ അല്ലെ ഇത് കൂടെ പോയിരുന്ന റോഡുകൾ എവിടെയുള്ളതെന്ന് പോലും നമുക്ക് പറയാൻ പറ്റുന്നില്ല. അതൊക്കെ ഒറ്റ രാത്രിയിൽ കുറഞ്ഞ സമയം കൊണ്ട് മാത്രം സംഭവിച്ച കാര്യങ്ങളാണ്. ഇവിടെ ആ താഴെ കൂടെ ഒഴുകുന്ന പുഴ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും അത് എത്രയോ താഴ്ചയിൽ ഒരു കുണ്ടിലായിരുന്നു കടന്നിട്ടുണ്ടായിരുന്നു ആ പുഴ ഒഴുകിക്കൊണ്ടിരുന്നിരുന്നത്. ഇപ്പൊ സത്യം പറഞ്ഞാൽ പുഴയും ഇവിടെ ഉണ്ടായിരുന്ന നിലം ഒക്കെ ഒരേ നിരപ്പിലാണുള്ളത്. ഒരു സൈഡിൽ കൂടെ മാത്രം ഇങ്ങനെ ചെറിയൊരു പുഴ ഒഴുകുന്നുണ്ട് എന്ന് മാത്രമേ ഉള്ളൂ. ഇത്രയും ഇവിടുന്ന് അങ്ങ് വരെയുള്ള ഭാഗത്തൊക്കെ ഫുള്ള് മണ്ണ് ഒലിച്ച് വന്ന് ഇവിടെയുള്ള വീടുകളും ഇവിടെയുള്ള എല്ലാ സംഭവങ്ങളും തുടച്ചു നീക്കി പോയതാണ് അന്ന് രാത്രി. ഇവിടെ എവിടെയോ ആയിരുന്നു നാത്തൂന്റെ വീടുണ്ടായിരുന്നു, നിക്കാന്റെ പെങ്ങളെ വീടുണ്ടായിരുന്നത്. അവരെ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ അന്ന് വന്നപ്പോഴാണ് ഇങ്ങനൊരു വീഡിയോ എടുത്തതും നമ്മൾ അപ്ലോഡ് ചെയ്തതും പിറ്റേ ദിവസം ഉരുൾപൊട്ടൽ സംഭവിച്ചതും. സത്യം പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം അതാണ്.
നമ്മൾ അതിൻ്റെ ശേഷം ഒരുപാട് വീഡിയോകൾ ചെയ്ത് ഈ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് വീടിൻ്റെതും ലീഗിൻ്റെതായാലും ഗവൺമെൻറ്റിൻ്റെതായാലും ഒക്കെ വീടിൻ്റെതൊക്കെ നമ്മൾ ചെയ്ത്. അപ്പോഴൊക്കെ നമുക്ക് ഒരുപാട് വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഉരുൾപൊട്ടലിൻ്റെ തലേന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തതിൻ്റെ കാരണത്താലാണ് അതിൻ്റെ ബാക്കിയുള്ള വീഡിയോസും കൂടെ നമ്മൾ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ പേരിൽ ഒരുപാട് തെറിവിളികളും ഒരുപാട് വിമർശനങ്ങളും കളിയാക്കലും ഒക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ആ വിഷമം എപ്പോഴും മനസ്സിൽ നിന്ന് മാറിപ്പോകില്ല. അങ്ങനെ ഒരു സാഹചര്യം നമ്മളെ ജീവിതത്തിൽ കടന്നു പോയതുകൊണ്ട് അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഞങ്ങളും. കാരണം അന്ന് ഞങ്ങൾ ഇക്കാൻ്റെ പെങ്ങളെ മക്കളെ ഇവിടുന്ന് കൊണ്ടുപോയിട്ടില്ല എന്നുണ്ടെങ്കിൽ, അന്ന് ഈ വീട്ടിൽ അവർ താമസിച്ചിട്ടുണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഞങ്ങൾക്ക് ആ വിഷമം ഒരിക്കലും മാറൂലേനു. ഈ ജീവിതത്തിൽ തീരാത്ത നഷ്ടം അന്ന് ഞങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങളെ ജീവിതത്തിൽ ആരതോ ഒരാളെ കുരുത്തം കൊണ്ട് മാത്രമാണ് അന്ന് ഞങ്ങൾക്ക് അവരെ കൂട്ടിക്കൊണ്ടുപോകാനും പിന്നെ ഞങ്ങളെ വീട്ടിൽ കൊണ്ടുപോയി താമസിപ്പിക്കാനും ഒക്കെ പടച്ചോൻ്റെ ഒരു കാരുണ്യം കൊണ്ട് അൽഹംദുലില്ലാ 100 വട്ടം അൽഹംദുലില്ലാ എന്ന് പറയുന്നുണ്ട് ആ കാര്യത്തിൽ. അതുകൊണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെയുള്ള അന്ന് ആ സാഹചര്യത്തിൽ സംഭവിച്ച വീഡിയോസ് ഞങ്ങൾ പിന്നെയും ചെയ്തുകൊണ്ടിരുന്നത്. അതൊരു പാർട്ടിൻ്റെ ബേസിലോ അല്ലെങ്കിൽ എന്താ പറയുക ഒന്നിൻ്റെയും ബേസിലല്ല നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. അന്ന് ഇവരെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയ ഞങ്ങളെ കുടുംബത്തിൽ സംഭവിച്ച അതുപോലുള്ള കാര്യങ്ങൾ തന്നെയാണ് മറ്റുള്ളവരുടെ ജീവിതത്തിലും സംഭവിച്ചത്. അപ്പോൾ അവർക്കൊരു വീടായി അവർ വീട്ടിൽ കയറി താമസിക്കുന്നത് വരെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾ മുഖേന്ദ്രം മറ്റുള്ളവർ അറിയണം എന്ന് ഞങ്ങൾ ആഗ്രഹിച്ചു. അങ്ങനെയാണ് ആ വീട് കൂടുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ വീഡിയോസ് ചെയ്തത്. ഇപ്പോഴും കുറേ ആളുകൾ വീട്ടിൽ താമസാക്കിയിട്ടില്ല. അൽഹംദുലില്ലാ ഇക്കാൻ്റെ പെങ്ങൾക്കും മക്കൾക്കും വീടായി. ഓരിപ്പോൾ ലീഗിൻ്റെ വീട്ടിൽ തൃക്കൈപ്പറ്റ വെള്ളിത്തോട് താമസാക്കിയിട്ട് 1 മാസം ആവണ്. അവരിപ്പോൾ കുഴപ്പമൊന്നുമില്ല, നല്ലോണം ജീവിക്കുന്നുണ്ട്. അതേപോലെ മറ്റുള്ളവർക്കും ഒരുപാട് ആൾക്കാർക്ക് ഇനിയും വീട് കിട്ടാനുണ്ട്. അപ്പോൾ അതേ സാഹചര്യത്തിൽ മറ്റുള്ളവരും കൂടെ ജീവിച്ച് മുന്നോട്ട് ഈ 2 വർഷം ആകുമ്പോഴെങ്കിലും മുന്നോട്ട് പോകണം എന്നൊരാഗ്രഹമുണ്ട്. ഇതുവരെ സാധിക്കാത്ത ഒരുപാട് കുടുംബങ്ങൾ ഇപ്പോഴും ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയിൽ ഈ ദിവസം ഈ വീഡിയോ കാണണം. നിങ്ങൾ മുന്നോട്ടുള്ള പ്രാർത്ഥനയിൽ അവരെയും കൂടെ ഉൾപ്പെടുത്തണം എന്ന് മാത്രമേ പറയാനുള്ളൂ. താങ്ക് യു.